കൊച്ചി നഗരത്തിൽ വെടിവെപ്പുണ്ടായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത്. പട്ടാപ്പകൽ കൊച്ചി നഗരത്തിൽ വെടിവെപ്പ്. ഒരു ബ്യൂട്ടി പാർലറിന് നേരെയാണ്, പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിന് നേരെയാണ് വെടിവെപ്പുണ്ടായതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ വെടിവെപ്പെന്നും പറയുന്നു. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് വെടിവെപ്പ് നടത്തിയതെന്നാണ് പറയുന്നത്. അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ ഭാഗങ്ങളിൽ ഒന്നാണ് പനമ്പള്ളി നഗർ എന്ന് പറയുന്നത്. ആ പനമ്പള്ളി നഗറിൽ നഗരത്തിലെ പോഷ് ഏരിയ കൂടിയാണ്. അവിടെയാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ഒരു ബ്യൂട്ടി പാർലറിന് നേരെ പട്ടാപ്പകൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വെടിവെക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇത് സംബന്ധിച്ച എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിവായിട്ടില്ല. എങ്കിൽ പോലും ഒരുപക്ഷെ വളരെ ഉത്തരേന്ത്യയിലൊക്കെ കേൾക്കുന്നത് പോലെ കേരളത്തിൽ കൊച്ചിയിൽ പട്ടാപ്പകൽ വെടിവെപ്പുണ്ടായിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. സാമ്പത്തിക ഇടപാടാണ് ഇത്തരത്തിൽ ഈ വെടിവെപ്പിന് പിന്നിലുള്ളതെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കൊച്ചി നഗരത്തിലെ പനമ്പള്ളി നഗറിലെ ഒരു ബ്യൂട്ടി പാർലറിന് നേരെയാണ് ഇപ്പോൾ ഈ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ അറിവായിട്ടില്ല. അല്പസമയം മുമ്പാണ് കൊച്ചി നഗരത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നത്. കൊച്ചിയിൽ പട്ടാപ്പകൽ വെടിവെപ്പ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ വെടിവെപ്പെന്നാണ് സൂചന. പനമ്പള്ളി നഗറിലെ ഒരു ബ്യൂട്ടി പാർലറിന് നേരെയാണ് ഇത്തരത്തിൽ പകൽ അക്രമം ഉണ്ടായിരിക്കുന്നത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് വെടിവെച്ചത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയം മുമ്പാണ് ഈ സംഭവം. പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിന് നേരെയാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഭാഗങ്ങളിലൊന്ന്. ഉമേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഉമേഷ്, എന്താണ് സംഭവിച്ചത്? മനു, ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് സംഭവം. പനമ്പള്ളി നഗറിലുള്ള ഒരു ബ്യൂട്ടി പാർലറിന് നേരെയാണ് ഇത്തരത്തിൽ വെടിവെപ്പുണ്ടായത്. ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ ഈ കടയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. രണ്ട് യുവാക്കളാണ്. രണ്ടുപേരും ഹെൽമറ്റ് ധരിച്ചിരുന്നു. ഈ പനമ്പള്ളി നഗറിലുള്ള ബ്യൂട്ടി പാർലർ, അത് ലീന പോൾ എന്നൊരാളുടെ ഉടമസ്ഥയിലുള്ള ബ്യൂട്ടി പാർലറാണ് ഇത്. ഇതിനു നേരെയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വെടിയുതിർക്കുകയും അവിടെ നിന്ന് അപ്പോൾ തന്നെ കടന്നു കളയുകയും ചെയ്തത്. ഇതേ തുടർന്ന് പോലീസ് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാൻ കഴിഞ്ഞത് ഇതിനു മുൻപ് ഒരാഴ്ച മുമ്പ് ഇവർക്ക് ഒരു ഭീഷണി സന്ദേശം, ഫോണിലൂടെ ഒരു ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അത് മുംബൈ അധോലോക നായകനായ രവി പൂജാരിയുടെ പേരിലുള്ള ഒരു ഫോൺ കോൾ ആയിരുന്നു വന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. 25 കോടി രൂപ നൽകണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഫോൺ കോൾ വന്നത്. അതിനുശേഷം ഇന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇവരുടെ ബ്യൂട്ടി പാർലറിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ഈ സംഭവത്തിന് ശേഷം ഉടൻ തന്നെ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ട്. ഇവരുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവരെ ഇതുവരെ നിലവിൽ കണ്ടെത്താനായിട്ടില്ല. എങ്കിലും അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. നഗരമധ്യത്തിലായതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇത്രയുമാണ്. ഈ ബ്യൂട്ടി പാർലറിന് നേരെ ഈ രണ്ടംഗ സംഘം വരുന്നു, വെടിയുതിർക്കുന്നു, ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖം CCTVയിൽ വ്യക്തമല്ല. ഇവർ ഇവിടെ നിന്ന് ഇപ്പോൾ കടന്നു കളഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ളതെന്ന തരത്തിലുള്ള സൂചനകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായും. അത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെ മുംബൈയിൽ നിന്ന് ഇവർക്ക് ഫോൺ കോളുകൾ വന്നതാണ്. അവർക്ക് അവിടെയുമായി ഈ മുംബൈയിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ, ഈ സ്ഥാപനത്തിന് അത്തരത്തിൽ എന്തെങ്കിലും ഇടപാടുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ പ്രാഥമിക ഘട്ടം മാത്രമാണ്. ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. അതിനുവേണ്ടിയുള്ള ഊർജിത ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. ഏതായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉന്നത പോലീസ് അടക്കമുള്ളവർ ഈ സ്ഥലത്ത് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഹലോ ഉമേഷ്, കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പനമ്പള്ളി നഗരം എന്ന് പറയുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട പോഷ് ഏരിയകളിൽ ഒന്ന്. എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടമോ ഈ വെടിവയ്പിൽ അങ്ങനെ എന്തെങ്കിലുമോ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മനു, അത്തരത്തിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആർക്കും പരിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ അല്പം സ്പെഷ്യൽ ബ്രാഞ്ചിൽ ബന്ധപ്പെട്ടിരുന്നു. അവിടെ നിന്ന് വ്യത്യസ്തമായ ഒരു മറുപടി ലഭിക്കുകയുണ്ടായി. അത് ഒന്നുകൂടി സ്ഥിരീകരിക്കണം. അവർ പറഞ്ഞതനുസരിച്ച് ഇത് യഥാർത്ഥത്തിലുള്ള തോക്കാണോ എന്നുള്ള കാര്യത്തിലൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്.
കളിത്തോക്കാണോ എന്ന രീതിയിലുള്ള ഒരു സംശയം പോലീസിനുണ്ട്. കാരണം കാര്യമായ പരിക്ക് എവിടെയും സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സംശയം ജനിപ്പിക്കുന്നത്. അക്കാര്യം കൂടി ഒന്ന് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു പക്ഷേ ഭയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നിരിക്കണം ഇവർക്ക് ഈ തോക്കിനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ബാലിസ്റ്റിക് വിദഗ്ധരടക്കമുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? അവരുടെയൊക്കെ പരിശോധന നടക്കേണ്ടതില്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള പരിശോധനകളാണ് ഇനി നടക്കേണ്ടത്. അവരെല്ലാം ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ്, അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ള എല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തി വിശദമായ പരിശോധന നടത്തും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഉമേഷ്, ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനം പട്ടാപ്പകൽ ഇത്തരത്തിലൊരു സംഭവം കൊച്ചി പോലൊരു സ്ഥലത്ത് നടക്കുന്നു, നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും CCTV ദൃശ്യങ്ങൾ അടക്കം ലഭ്യമായിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ബൈക്ക് കേന്ദ്രീകരിച്ച്, അതായത് ഈ ബൈക്കിന്റെ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും, കാരണം ഈ CCTVയിൽ ഇവരുടെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. മുഖം വ്യക്തമല്ലെങ്കിലും രണ്ട് യുവാക്കളാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ ബൈക്കിനെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നഗരമധ്യത്തിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടം വിട്ടു പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതിനകം തന്നെ എല്ലാ ദിക്കിലേക്കും പോലീസ് സന്ദേശം അയച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപക്ഷെ ഉടൻ വലയിലാകാനുള്ള സൂചനകൾ തന്നെയാണ് നിലവിൽ ഉള്ളത്. ഏതായാലും ഇത് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. പോലീസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ളവർ സ്ഥലത്ത് അല്പസമയത്തിനകം തന്നെ എത്തുന്നതാണ് അറിയാൻ കഴിയുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ പട്ടാപ്പകൽ തന്നെ ഇത്തരത്തിൽ നഗരമധ്യത്തിൽ രണ്ടുപേർ വന്ന് വെടിവെപ്പ് നടത്തുന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതേസമയം തന്നെ ഇതൊരു കളിത്തോക്കാണ് എന്ന് പറയുമ്പോൾ ആ നിലയ്ക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം വലിയ ശബ്ദം കേൾക്കുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. കാര്യമായി ആർക്കും തന്നെ പരിക്കോ മറ്റൊന്നും തന്നെയോ ഇല്ല. ഇത് എന്തുകൊണ്ട് ഇത്തരത്തിൽ രണ്ടുപേർ വന്ന് ഈ വെടിയുതിർത്തു? അത് യഥാർത്ഥ തോക്കാണോ അതോ കളിത്തോക്കാണോ? ഇവരോട് ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുണ്ടോ? ഇവരെ ഭയപ്പെടുത്തുക മാത്രമായിരുന്നോ ലക്ഷ്യം? തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനി പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം നടന്നതായതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് സന്ദേശം എല്ലാ ദിക്കിലേക്കും അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജില്ല വിടാനോ അല്ലെങ്കിൽ സംസ്ഥാനം വിടാനോ കഴിയാത്ത തരത്തിൽ നിലവിൽ പോലീസ് എല്ലാ ദിക്കിലേക്കും ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംശയമുള്ള ബൈക്ക് അത്തരത്തിൽ പോലീസ് പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. അത്തരത്തിലുള്ള പരിശോധനകളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഈ രണ്ടുപേർ പോലീസ് പിടിയിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മനു, ഉമേഷ്, ഇത് ഈ പനമ്പള്ളി നഗറിലെ പ്രധാനപ്പെട്ട വലിയ ബ്യൂട്ടി പാർലറുകളിൽ ഒന്നാണോ? കാരണം ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകളൊക്കെ വന്നു പോകുന്ന സ്ഥലമാണോ? ഈ മറ്റെന്തെങ്കിലും ലക്ഷ്യം, ഈ സാമ്പത്തികത്തിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നോ എന്ന സാധ്യതകൾ കൂടി ഈ സാഹചര്യത്തിൽ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? മനു, നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ബ്യൂട്ടി പാർലർ തന്നെയാണ് ഇത്. ഇവിടെ എത്രത്തോളം പ്രധാനപ്പെട്ട ആളുകൾ വന്നു പോകുന്നു എന്നെ സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും നഗരമധ്യത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു ബ്യൂട്ടി പാർലർ തന്നെയാണ് ഇത്. ലീന പോൾ എന്നയാളുടെ ഉടമസ്ഥതയിലാണ് ഈ ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടി പാർലറിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തേണ്ടതുണ്ട്. അവരുടെ മൊഴിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകളാണ് ഇതിന് കാരണമെങ്കിൽ ആരൊക്കെയായാണ് ഇടപാട്, അത്തരത്തിൽ എന്തെങ്കിലും കേസുകൾ വല്ലതുമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ സംഭവം നടന്ന ഏതാനും സമയം മാത്രം ആകുന്നത് കൊണ്ട് തന്നെ അതെല്ലാം ആ നടപടികളിലേക്കെല്ലാം തന്നെ പോലീസിന് കടക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ഇവരെ പിടികൂടുക എന്ന ദൗത്യം കൂടി പോലീസിന് മുന്നിൽ ഉണ്ട്. അത് കഴിയുന്നതും വേഗം പൂർത്തിയാക്കുക എന്നതാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. ഇത് കളിത്തോക്കല്ല, യഥാർത്ഥത്തിലുള്ള തോക്കാണെങ്കിൽ സംഭവത്തിന്റെ ഗൗരവം വലുതാണ്, വളരെ വലുതാണ്. കാരണം ഈ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ ഇത്തരത്തിലൊരു തോക്ക് വെച്ച് ഒരു കടയ്ക്ക് നേരെ വെടിയുതിർക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ ഗൗരവമുള്ള സംഭവം തന്നെയാണ്. അത് കളിത്തോക്കാണോ എന്ന സംശയം നിലവിൽ പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതായാലും അധികം വൈകാതെ തന്നെ ഇക്കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകും. ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മനു, ഉമേഷ്, ഈ രവി പൂജാരി എന്ന് പറയുന്ന അധോലോക നായകൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു 25 കോടി രൂപ നൽകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായും അത്രയും വലിയ സാമ്പത്തിക ഇടപാടുകൾ കൊച്ചിയിലുള്ള ഒരു ബ്യൂട്ടി പാർലർ മുംബൈയുമായി ബന്ധപ്പെട്ട്
നടത്തണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നില്ലേ? അപ്പോൾ പോലീസിന്റെ അന്വേഷണം ഒരുപക്ഷെ ആ ട്രാക്കിലേക്ക് കൂടി കടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? അതെല്ലാം പോലീസിനെ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ഫോൺ കോൾ വന്നു രവി പൂജാരിയുടെ പേരിൽ മുംബൈ അപലോകന നായകൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഫോൺ കോളിന്റെയും ആധികാരികത പോലീസിനെ പരിശോധിക്കണം. നിലവിൽ അവർ പറഞ്ഞ വിവരം മാത്രമാണ് പോലീസിന്റെ മുൻപിലുള്ളത്. എന്നാണ് വിളി വന്നത്, വിളിച്ചത് രവി പൂജാരി തന്നെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നിലവിൽ പോലീസിന് ലഭിച്ച വിവരങ്ങൾ മാത്രമാണ്. അതിൽ വിശദമായ പരിശോധന ആവശ്യമുണ്ട്. അത് അത്തരത്തിൽ അവിടെ നിന്ന് തന്നെ ആയിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ വലിയ ഇടപാടുകളിലേക്ക് പോലീസിന് അന്വേഷണം ചെന്നെത്തേണ്ടി വരും. മുംബൈ അധോലോകത്തിലേക്ക് വരെ പോലീസിന് അന്വേഷണം ചെന്നെത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും അത്തരത്തിലുള്ള വലിയ സംഭവം തന്നെ ആയിരുന്നു ഇത് എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഈ തോക്ക് തന്നെ യഥാർത്ഥത്തിലുള്ളതാണോ എന്നതാണ് ആദ്യം അറിയേണ്ടത്. അതെല്ലാം പരിശോധിച്ചറിഞ്ഞ ശേഷം മാത്രമേ ആ ഒരു വ്യക്തതയിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ യഥാർത്ഥത്തിലുള്ളൊരു തോക്ക് വെച്ച് വെടിയുതിർക്കുകയാണെങ്കിൽ സംഭവത്തിന്റെ ഗൗരവം വലിയ ഗൗരവമുള്ള സംഭവമാണ്. അത് അധോലോകവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതീവ ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അത്തരം ഒരു സംഭവത്തിലേക്ക് കടന്നിട്ടുണ്ടോ അതിന്റെ സ്ഥിരീകരണമാണ് ഇനിയും ലഭിക്കേണ്ടത്. അത് അധികം വൈകാതെ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും മറ്റൊന്നുകൂടി, അതായത് ഇത്തരത്തിൽ ഇതിപ്പോൾ കളിത്തോക്കാണ് എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുമ്പോൾ ഇതൊരു ഭീഷണിയാണ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ആണ് എന്ന രീതിയിലുള്ള ഒരു വ്യക്തത അല്ലെങ്കിൽ എന്ന രീതിയിലുള്ള ഒരു നിഗമനം കൂടി പോലീസ് ഇവിടെ വച്ചു പുലർത്തുന്നുണ്ടോ? ഇത് കളിത്തോക്കാണ് ഉപയോഗിച്ചതെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് കൂടി പോലീസ് എത്തിയിട്ടുണ്ടോ? തീർച്ചയായും. കാരണം ഇനി ഇത് കളിത്തോക്കാണെങ്കിൽ തന്നെയും അത് നിസ്സാരമായ ഒരു സംഭവമായി തള്ളിക്കളയാൻ പോലീസ് തയ്യാറായിട്ടില്ല. കാരണം അത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഇവരുടെ ഇടപെടൽ കൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ആരുടെങ്കിലും ഇവരോട് ആർക്കെങ്കിലും ശത്രു ഉണ്ടെങ്കിൽ അവരുടെ ഒരു മുന്നറിയിപ്പായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത്. അല്ലെങ്കിൽ തോക്കാണെങ്കിൽ തന്നെയും പേടിപ്പിക്കാൻ വേണ്ടി അത്തരത്തിലൊരു വെടിയുതിർത്തത് എന്നുള്ള കാര്യം പോലീസിനെ അന്വേഷിക്കേണ്ടതുണ്ട്.